ഇറ്റ്സ് മീ പ്രീതി കൃഷ്ണ. ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സിൽക്ക് ത്രെഡ് വെച്ച് ഡിഫറെൻറ്റ് ഷേപ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ചെറിയ ത്രെഡിൽ ഒരുപാട് ഷേപ്സ് പഠിച്ചു അല്ലേ? സെയിം അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. പക്ഷേ സിൽക്ക് ത്രെഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്ത് ചെയ്യുക, ഇതുവരെ ഇട്ട വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് തുടർന്ന് ഇടണം എന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഒരു സ്ക്വയർ ഷേപ്പാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് പോലെ സ്ക്വയറിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് സ്റ്റിച്ച് ക്ലിയർ ആക്കുക. നമ്മൾ സറി ത്രെഡിൽ ചെയ്യാനായിട്ടിപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചിരുന്നു. പക്ഷേ സിൽക്ക് ത്രെഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അത് സ്മൂത്തായിട്ട് വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിൽ ഒരു 10 ടൈംസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഓരോ ഷേപ്പിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീഡിൽ പഞ്ച് ചെയ്തിട്ട് ത്രെഡ് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. സിൽക്ക് ത്രെഡിൽ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും 2 ത്രെഡും നീഡിൽ തന്നെ ഉണ്ടാകണം. അത് എൻഡ് നോട്ട് ഇടുന്ന സമയത്താണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും 2 ത്രെഡും അതിൽ തന്നെ വേണം. ഏകദേശം ചെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 2 mm സൈസിലാണ് വേണ്ടത്. ഇപ്പോൾ കോർണറിൽ ഇതുപോലെ എത്തുന്ന സമയത്ത് നമ്മളിപ്പം ഏത് സൈഡിലേക്കാണോ പോകേണ്ടത് അതിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് തിരിച്ച് പോകേണ്ട സൈഡിൽ തന്നെ നമ്മൾ ചെയിൻ ഇട്ടിട്ട് പോകാം. എല്ലാ ചെയിനും സെയിം ലെങ്ത് ആയിരിക്കണം, എങ്കിലേ അത് നീറ്റായിട്ട് വരുള്ളൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന നീഡിൽ വന്നിട്ട് ടുലിപ്പ് ബ്രാൻഡിൻ്റെ നമ്പർ 40 നീഡിലാണ്. ത്രെഡ് ഡബിൾ ബെല്ലിൻ്റെ സിൽക്ക് ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചെറിയ ത്രെഡിൽ ഡിഫറെൻറ്റ് ഷേപ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ചെയിൻ കൊടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു നമ്മൾ സറി ത്രെഡ് ചെയ്തിരുന്നപ്പോൾ പിടിച്ചിരുന്നത് അല്ലേ? എന്നാൽ സിൽക്ക് ത്രെഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് നീഡിൽ പഞ്ച് ചെയ്ത് ത്രെഡ് മുകളിലേക്ക് എടുക്കുന്ന ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നീഡിലൊന്ന് കുറച്ചൊന്ന് ചെരിച്ച് പിടിച്ച് എടുത്ത് നോക്കാം. എങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടത് ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആ ത്രെഡ് മുകളിലേക്ക് വരും. എല്ലാ കോർണറിലും നമ്മൾ സെയിം ഇതേപോലെ തന്നെയാണ് ടേൺ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പം എന്താ പറയുക, ഒരുപാട് പ്രഷർ കൊടുക്കാതെ ചെയ്താൽ നമുക്ക് സ്മൂത്തായിട്ട് അത് കിട്ടും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡ് നമ്മുടെ വശത്തേക്ക് തിരിക്കും, അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ വശത്തേക്ക് പോയി നമ്മൾ ഇരിക്കും അല്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കൈ മാത്രം നീഡിൽ വെച്ച് മൂവ് ചെയ്യുക. ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തുടക്കം തന്നെ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. ഇനി നമുക്ക് കേവായിട്ട് ഒരു ഷേപ്പ് ചെയ്യാം. ഇതുപോലുള്ള കേവ് ഭാഗം വരുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാനാണ് ചെറിയ ലെങ്ത്തിലുള്ള ചെയിന് ഇടാൻ പറയുന്നത്. വലിയ ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കേവ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ കേവ് വരില്ല, ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ ചെയിൻ ഇട്ടിട്ട് പോകുക. അപ്പോൾ നല്ല നീറ്റായിട്ട് ആ ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു 2 mm സൈസിൽ തന്നെ ചെയിൻ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കേവിലും നമുക്ക് നീറ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷേപ്സ് വരച്ച്, നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ഷേപ്സുകൾ വരച്ച് കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. ഓക്കെ, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങളിതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നോക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആണ്. ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.